ശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ ഹബ്ബദ് ദുനിയ വസുറ ബിഹാ, ഏതെങ്കിലും ഒരാൾ ഈ ലോകം ഇഷ്ടപ്പെടുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്താൽ, ഇവിടെ ഒരു നല്ല വീട്, നല്ല വാഹനം, നല്ല ജീവിത സൗകര്യം, നല്ല കച്ചവടം, നല്ല ജോലി, ഇതിനൊന്നും വിരോധമല്ല. അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിന് നന്ദി പറയണം, അള്ളാഹുവിനെ സ്തുതിക്കണം, അതിൽ അഹങ്കരിക്കരുത്, അതിൽ മേന്മ നടിക്കരുത്. ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് ഹലാലായ ആസ്വാദനങ്ങളാവാം, അതിനൊന്നും ശറഅ എതിരല്ല. പക്ഷേ ഒരാളുടെ ആകെയുള്ള സന്തോഷം അത് ആക്ഷേപിക്കപ്പെടുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഹുബ്ബിബ ഇലയ്യ അത്വീബു വന്നിസാ വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ, എനിക്ക് എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് അത്വീബ്, സുഗന്ധം എനിക്കിഷ്ടമാണ്, വന്നിസ, എന്റെ ഭാര്യമാരെ എനിക്കവരോട് ഇഷ്ടമാണ്, എനിക്കവരോട് സ്നേഹമാണ്. പക്ഷേ വജുഇലത് ഖുറത്തു ഐനി, എന്റെ കണ്ണിന്റെ ആനന്ദം എന്ന് പറയുന്നത് അസ്വല, എനിക്ക് നിസ്കാരമാണ്. കുടുംബത്തെ ഇഷ്ടമാണ്, കുട്ടികളെ ഇഷ്ടമാണ്, ജോലി ഇഷ്ടമാണ്, കച്ചവടം ഇഷ്ടമാണ്, അതൊന്നും കുഴപ്പമില്ല. മനസ്സിന്റെ ആനന്ദം അള്ളാഹുമായി ബന്ധപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന്റെ ആനന്ദം നിസ്കാരത്തിലാണ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നത് എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, മൻ ഹബ്ബദ് ദുനിയ വസുറ ബിഹാ, ഏതെങ്കിലും ഒരാൾക്ക് ഈ ലോകത്തെ സംവിധാനം, ഇവിടുത്തെ സൗകര്യങ്ങളും അത് മാത്രമാണ് ഇഷ്ടം, അതിൽ ആനന്ദം കൊള്ളുന്ന ആളാണ്. ആകെ ലക്ഷ്യം ജീവിതത്തിൽ ഒരു വീട് വെക്കലാണ്. വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കുക, അതിനെ നോക്കി പരിപാലിച്ച് നടക്കുക, വേറെ ഒരു പണിക്ക് ഇയാളെ കിട്ടൂല. ടോയ്ലറ്റിന് ചെലവാക്കിയത് 2.5 ലക്ഷം 3 ലക്ഷം. പള്ളിയുടെ പണി നടക്കുന്നുണ്ട്, പൊന്നാര ചങ്ങാതി, ഒരു 10,000 റുപ്യ എന്റെ വക. 10,000 കൂടെ കൂടുതൽ 1,000 റുപ്യ എഴുതിക്കൊള്ളി. സുബ്ഹാനല്ലാഹ്. സ്വന്തം വീടിന് ടോയ്ലറ്റിന് 2, 3, 4 ലക്ഷം ചെലവാക്കിയ ആളാണ്. ഇത് അപകടമാണ്, ഇത് അപകടമാണ്. വസുറ ബിഹ, ഒരു മനുഷ്യന്റെ ആനന്ദം ഈ ലോകത്തെ സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ്. അള്ളാഹുവിന്റെ വിഷയം അവന് വിലയില്ലാത്തതാണ്. അങ്ങനെ വന്നാൽ ദഹബ ഖൗഫുൽ ആഖിറത്തി മിൻ ഖൽബിഹി, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ആഖിറത്തെ സംബന്ധിച്ചുള്ള പേടി നഷ്ടപ്പെട്ടു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം നമ്മുടെ ആലിമീങ്ങൾ, സലഫു സ്വാലിഹീങ്ങളായ മുൻഗാമികൾ പറയാറുണ്ട്, ഒരു മനുഷ്യൻ ഇന്നൽ അബ്ദ ലയുഹാസബു അല തഹസ്സുൻ അലാ മാ ഫാതഹു മിനദ് ദുനിയ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവാണ് നമുക്ക് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ റുബൂബിയത്ത് അങ്ങനെയാണ്. നമുക്ക് നല്ലതും നമുക്ക് നല്ലതല്ലാത്തതെന്ന് നമുക്ക് തോന്നുന്നതും എല്ലാം അള്ളാഹുവാണ് ചെയ്യുന്നത്. അള്ളാഹുവാണ് അൽ ഖാദിറുൽ മുഖ്തദിർ, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു, അത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നു. നമുക്ക് വല്ലതും സംഭവിച്ചില്ല, അത് നമ്മെ അള്ളാഹു ഉദ്ദേശിച്ചിട്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. നമ്മൾ പറയില്ലേ, ഞാൻ ആ ബസ്സിൽ പോവേണ്ട ആളായിരുന്നു, പക്ഷെ ഞാനന്ന് പോയില്ല. നിന്നെ അതിൽ ആ അപകടത്തിൽപ്പെടുത്താൻ അള്ളാഹുവിന്റെ തീരുമാനമില്ല, അതുകൊണ്ടാണ് നീ മാറിയത്. നിനക്കങ്ങനെ സംഭവിച്ചു, അത് നിനക്ക് അള്ളാഹു ഖളാ ചെയ്തതാണ്. ബിയദിഹിൽ ഖൈർ, അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. ചില വിവാഹ ബന്ധങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിരിക്കും, ചിലത് ഭയങ്കര ഫെയില്യൂർ ആയിരിക്കും. എത്രയോ ചെറുപ്പക്കാർ വളരെ ദീനും അച്ചടക്കവും അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും സൂക്ഷ്മതയും ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ മോശപ്പെട്ട പെണ്ണുങ്ങളെ കിട്ടാറുണ്ട്. വളരെ നല്ല പെൺകുട്ടികൾ, ശുദ്ധ ഖുർആൻ വരെ ഹിഫ്ളാക്കിയ മക്കൾ, അള്ളാഹുവിനെ പറ്റി ബോധമുള്ളവർ, നല്ല ഹിജാബിലും അച്ചടക്കത്തിലും ജീവിക്കുന്ന പെൺകുട്ടികൾ, അവർക്ക് കള്ളുകുടിയന്മാരായ ഭർത്താക്കന്മാരെ കിട്ടാറുണ്ട്. ആ വിവാഹ ബന്ധങ്ങൾ വേർപെടാറുണ്ട്. വിഷമിച്ചു പോവരുത്, എന്തേ പടച്ചോൻ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. ബിയദിഹിൽ ഖൈർ, ആ സംഭവിച്ചതിൽ നിങ്ങൾക്കൊരു ഖൈർ അള്ളാഹു പിന്നീട് വെച്ചിരിക്കും. ബിയദിഹിൽ ഖൈർ, അള്ളാഹു ചെയ്യുന്നതിൽ ഖൈറാണ്. അപ്പോ ഇതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്ത് സംഭവിച്ചാലും ഇത് റബ്ബ് തആല ഖളാ വഖദ്ദറ വമാ ശാഅ, അള്ളാഹു ഉദ്ദേശിച്ചു, അള്ളാഹു എനിക്കത് കണക്കാക്കി, അത് സംഭവിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി പറയുന്ന സംഭവം കേൾക്കുക. അതുകൊണ്ട് ഉലമാ പഠിപ്പിക്കുകയാണ്, ഇന്നൽ അബ്ദ, ഒരു മനുഷ്യന് അള്ളാഹു തആല ലയുഹാസബു, ഒരു മനുഷ്യൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും. എന്തിന്? അല തഹസ്സുൻ അലാ മാ ഫാതഹു മിനദ് ദുനിയ, ദുന്യാവിന്റെ വിഷയത്തിൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ ഒരാൾ സങ്കടപ്പെട്ടു കഴിഞ്ഞാൽ ആ സങ്കടത്തെ സംബന്ധിച്ച് അള്ളാഹു നാളെ ചോദ്യം ചെയ്യും എന്നാണ് ഉലമാ പഠിപ്പിക്കുന്നത്. ഉദാഹരണം പറയാം, ഒരു ഇന്റർവ്യൂക്ക് പോയി, അവൻ വിചാരിച്ചു അത് കിട്ടുമെന്ന്. അപ്പൊ ശമ്പളം എത്രയാന്നൊക്കെ പിന്നിലൂടെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. യാ റബ്ബേ, എനിക്ക് ഇപ്പൊ കിട്ടുന്നത് ഇത്രയാണ്, ഇനി കിട്ടുന്നത് ഇത്രയേ, യാ അല്ലാഹ് എന്തൊക്കെയാ ഞാൻ ഇതുകൊണ്ട് കാട്ടിക്കൂട്ടുക. അങ്ങനെയൊക്കെ വളരെ മനക്കോട്ട വെച്ചു.
ആരുടെയൊക്കെ വാസ്തുവൊക്കെ സ്വീകരിച്ചു. സംഭവം ഒരു മാസം കഴിഞ്ഞപ്പോ അൺഫോർച്ചുനേറ്റ്ലി വി ആർ അൺഎബിൾ ടു പ്രോസസ് യുവർ വിസ. സുബ്ഹാനല്ലാഹ്, അവൻ സങ്കടപ്പെട്ട് കമിഴ്ന്ന് കിടക്കാൻ. പിന്നന്ന് ചോറുമില്ല, വെള്ളമില്ല, ഉറക്കില്ല. യാ റബ്ബേ, എന്തെല്ലാം മനക്കോട്ട് കെട്ടിക്കഴിഞ്ഞു ഞാൻ, എനിക്കിത് നഷ്ടമായല്ലോ. എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ചു, നഷ്ടപ്പെട്ടു പോയി. ഡ്രൈവിംഗ് ടെസ്റ്റ് എത്രയോ ദ്വാരക്കാൻ ഇവിടെ വരാറില്ലേ, ഇതിലെങ്കിലും പാസ്സാവെന്ന് ഉറപ്പിച്ചു. ഉമ്മാനോട് ദ്വാരക്കാൻ പറഞ്ഞു. ഓനെന്തോ ആയിരുന്നു, യാസീൻ ഓതി എല്ലാം ഓതിട്ട കയറി ചെന്നത്. അപ്പൊ എന്തോ ഒരു വിറച്ചു, പോലീസുകാരെ സൈഡാക്കുന്നു പറഞ്ഞു, അടുത്ത ആളെ കയറ്റി ഓനെ ഫെയിലാക്കി. സങ്കടപ്പെടരുതെന്ന്. അലാമ ഫാതഹു മിനദ് ദുനിയ. റഹ്മാനായ റബ്ബേ, ഇനിയിപ്പോ എത്ര ക്ലാസ് പഠിക്കണം, എത്ര മണിക്കൂർ ഞാൻ വണ്ടി ഓടിക്കണം, അതൊക്കെ വലിയ ടെൻഷനാണ്. അത് അതിന് ഇറങ്ങുന്ന ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. സങ്കടപ്പെടാൻ പാടില്ല എന്ന്. ദുന്യാവ് നഷ്ടപ്പെട്ടത്, കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന പൈസ, ഒരു ജോലി, ഒരു കച്ചവടം, ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ടുള്ള ഡീലിംഗ്, അവരുമായിട്ടുള്ള ഒരു പ്രൊജക്ട് ലഭിക്കുമെന്ന് വിചാരിച്ചു. ആ പ്രൊജക്ട് മറ്റൊരു കമ്പനിക്ക് പോയി. നിങ്ങൾക്ക് അള്ളാഹു കണക്കാക്കിയിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് അള്ളാഹു കണക്കാക്കിയിട്ടില്ല, അതുകൊണ്ട് കിട്ടിയില്ല, തീർന്നു. ഇത്രയാണ് മുസ്ലിമിന്റെ വിഷയം. അതുകൊണ്ട് ദുന്യാവിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ പേരിൽ സങ്കടപ്പെട്ടാൽ, ആ സങ്കടത്തെക്കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. നീ എന്തിനത് ചെയ്തു, അത് തെറ്റായിരുന്നുവല്ലോ, നിനക്കത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു സങ്കടം വന്നു പോകുന്നതിനല്ല സയ്യിദ് പറയുന്നത്, മനസ്സിൽ നമ്മൾ അറിയാതെ വന്നു പോകുന്ന ചില തേങ്ങലും സങ്കടവും വിഷമൊക്കെ മനസ്സറിഞ്ഞ് മനഃപൂർവ്വം ഒരു മനുഷ്യൻ അതിൽ മനസ്സുകൊടുത്ത് വ്യാകുലപ്പെട്ട് സങ്കടപ്പെട്ട് അതിനെ സംബന്ധിച്ച് പഴിചാരി വളരെ വേദനിച്ച് നടക്കുന്നത്, ഇത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. അലാ മാ ഫാതഹു മിനദ് ദുനിയ ويحاسب بفرحه في الدنيا إذا قدر عليها ويحاسب بفرحه في الدنيا إذا قدر عليها. ദുന്യാവ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് നൽകിയാൽ അതിൽ മതിമറന്ന് ആഘോഷിച്ചാൽ ആ ആഘോഷത്തെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമത്രേ. മതിമറന്ന് ആഘോഷിക്കുക. ഒരു കുട്ടി ജനിച്ചു, അൽഹംദുലില്ലാ. ഒരു ജോലി കിട്ടി, അൽഹംദുലില്ലാ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു മിഠായി മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുത്തു, ഒന്നും കുഴപ്പമില്ല. മതിമറന്ന ആഘോഷം, ഒരു കൊല്ലത്തെ സെലിബ്രേഷനാണ്. എന്തേ, അവന്റെ വീട് വെച്ചതാ, അങ്ങനെയൊന്നും വേണ്ട, അതൊക്കെ ഓവറാണ്. ദുന്യാവിന്റെ വിഷയത്തിൽ ഒരാൾക്ക് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മതിമറന്ന് സന്തോഷിക്കുന്നതും, ദുന്യാവിന്റെ വിഷയത്തിൽ വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ അതിൽ അതിയായി സങ്കടപ്പെടുന്നതും രണ്ടും കുറ്റകരമാണ് എന്ന് ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ടേക്ക് ഇറ്റ് ഈസി. ഒന്നും അൽഹംദുലില്ലാ, പോയി. ലില്ലാഹി മാ അഅ്താ വലില്ലാഹി മാ അഖദ്. തന്നത് അല്ലാഹുവിനാണ്, പിടിച്ചു വെച്ചതും അല്ലാഹുവിനുള്ളതാണ്. അത്രയേ ഉള്ളൂ. പ്രവാസികളായ ആൾക്ക് നമ്മളൊക്കെ വളരെ വിഷം, പടച്ചോ എനിക്ക് ടെർമിനേഷൻ ലെറ്റർ കിട്ടിയല്ലോ റബ്ബേ, ഇനിയിപ്പോൾ ഒരു ജോലി കിട്ടുമോ, എല്ലാ കമ്പനിയും നാളെ പിരിച്ചുവിടുകയാണ് റബ്ബേ, ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയിട്ട് ജോലി കിട്ടുക. അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് അത് എത്തിയിരിക്കും. അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടോ, നമുക്ക് കിട്ടേണ്ട എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം, ഇപ്പൊ വേണ്ട എന്നാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല, കിട്ടൂല. നേരെ മറിച്ച് ഇങ്ങനൊക്കെ ചില ജോലികളിലൊക്കെ കയറിയവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും, തന്നെക്കാളൊക്കെ എത്രയോ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ അതിന്റെ ഇന്റർവ്യൂ ഫെയിലായി പോയതും, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരാൾ അതിലേക്ക് കയറി പറ്റിയതും എത്ര അനുഭവങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഖളാ, റിസ്ക് അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചാണ് അള്ളാഹു താല ഭക്ഷണം നൽകുന്നതെങ്കിൽ അള്ളാഹു റാസിഖാണ് എന്ന വിഷയം മനുഷ്യർക്ക് മനസ്സിലാവുമായിരുന്നില്ല എന്നാണ്. അള്ളാഹുവാണ് തരുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ ബുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ബുദ്ധിയുടെ അളവ് നോക്കാതെ റബ്ബ് കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് അള്ളാഹുവാണ് ഈ തരുന്നത് മനസ്സിലാവുക. അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണ് ഭക്ഷണം കിട്ടുന്നത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയേനെ. വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുകളുണ്ട്, നല്ല സ്കിൽസ്, നല്ല എക്സ്പീരിയൻസ്, നല്ല ടാലൻസ്, ഇതൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ ജോലി കിട്ടുള്ളൂ എങ്കിൽ, അവരുടെ കയ്യിൽ മാത്രമാണ് ദുന്യാവ് വരികയുള്ളൂ എന്നാകുമെങ്കിൽ ഭക്ഷണം തരുന്നത് അള്ളാഹുവാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായി പോയേനെ. അങ്ങനെയല്ല സംഭവം. അള്ളാഹു അതില്ലാത്തവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം റാസിഖ് മറ്റാരോ ആണ്. നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ അതിന്റെ വാതിലുകൾ പോയി മുട്ടണം. തുറന്നു തരുന്നത് അള്ളാഹുവാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ഒരു മനുഷ്യന് പൈസ വേണമെന്ന് ആലോചിക്കുക, അങ്ങനത്തെ ആളുകൾക്ക് ഈ ലോകത്ത് നാം പൈസ കൊടുക്കും. ലിമൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക്. എല്ലാവർക്കും കൊടുക്കൂല, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു താല കൊടുക്കും. പിന്നെ പൈസ തരുന്നതും കൊടുക്കുന്നതും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെയോ അനിഷ്ടത്തിന്റെയോ അടയാളമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ അഹബ്ബ ദുനിയ വസുറ ബിഹാ. ഈ ലോകത്തെ ജീവിതവും ഇവിടുത്തെ സംവിധാനങ്ങളും ഇതിൽ മതിമറന്ന് ആഘോഷിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്തെ സംബന്ധിച്ചുള്ള പേടി മനസ്സെന്ന് അള്ളാഹു എടുത്തു കളയും.
അതുകൊണ്ടാണ് ദാരിദ്ര്യമുള്ള ആളുകൾക്കൊന്നും മരിക്കാൻ പേടില്ല. മുതലാളിമാർക്കൊക്കെ വളരെ പെട്ടെന്ന് വലിയ പേടി തോന്നുന്നതാണ്. ഇങ്ങനത്തെ മുതലാളിമാർ പൈസയുമായി മനസ്സ് പിടിച്ചിരിക്കുന്ന ആളുകൾ വളരെ പടച്ചോനെ ഈ ബിസിനസ്സൊക്കെ എന്റെ കാലശേഷം എന്തായി പോകും, ആരായിരിക്കും ഇതൊക്കെ കൊണ്ടുപോവുക, ഒന്നുമില്ലാത്തവൻ എന്താ നഷ്ടപ്പെടാൻ, ഞാൻ മരിച്ചുപോയി, ഒന്നുമില്ലല്ലോ ഇവിടെ, ആകെ ഒരു 10 സെന്റ് ഉണ്ട്, അതുപോലെ എന്തെങ്കിലും ചെയ്തോട്ടെ. അങ്ങനെയല്ല, കോടികളുടെ ആസ്തിയുള്ള ആളുകൾക്ക് ഭയങ്കര വലിയ വലിയ ബേജാറ് വരും മനസ്സിന്റെ ഉള്ളിൽ, എന്തായി പോകുന്നു. മനസ്സ് കൊടുക്കരുതെന്ന്. അല്ലാഹുവേ ദുന്യാവും പൈസയൊക്കെ കയ്യിൽ തന്നേക്കണം റബ്ബേ, വലാ തുഅ്തിഹാ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഖൽബിലേക്ക് മനസ്സിലേക്ക് തരല്ലേ പടച്ചവനെ. ഹൃദയത്തിന്റെ ഉള്ളിൽ പൈസയോട് സ്നേഹം പാടില്ല, സ്നേഹം അല്ലാഹുവിനോട്, അവന്റെ റസൂലിനോട്, അവന്റെ ദീനിനോട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه.